So welcome back. നമ്മൾ ഓൾറെഡി പ്രൊജക്ഷൻ ഓഫ് ലൈൻസിൽ 16 ക്വസ്റ്റ്യൻസുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അത് പ്ലെയിൻ റൊട്ടേഷൻ മെത്തേഡും ലൈൻ റൊട്ടേഷൻ മെത്തേഡും പ്ലെയിൻ റൊട്ടേഷൻ മെത്തേഡിൻ്റെ ആയിരുന്നു. അപ്പോൾ നമ്മൾ 17th ക്വസ്റ്റ്യനാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. സോ ഇന്ന് ചെയ്യാൻ പോകുന്ന ഈ സെക്ഷൻ എന്ന് പറയുന്നത് ട്രേസസ് ഗിവൺ പ്രോബ്ലംസ് എന്ന് പറയുന്ന ഒരു സെക്ഷനാണ്. യൂണിവേഴ്സിറ്റി എക്സാമിന് സാധാരണ ചോദിക്കാൻ ചാൻസ് ഉള്ള നല്ല പെർസെൻറ്റേജ് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ട്രേസസ് ഗിവൺ പ്രോബ്ലംസ്. ഇപ്പം ഈ ട്രേസസ് ഗിവൺ പ്രോബ്ലംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം, നമ്മളോട് എല്ലാ പ്രോബ്ലത്തിലും HT ആൻഡ് VT ട്രേസസ്, ഹൊറിസോണ്ടൽ ട്രേസ് ആൻഡ് വെർട്ടിക്കൽ ട്രേസ് നമ്മളോട് വരയ്ക്കാനാണ് ചോദിക്കുന്നതെങ്കിൽ ഈ ടൈപ്പ് ഓഫ് പ്രോബ്ലംസിൽ, അതായത് ട്രേസസ് ഗിവൺ പ്രോബ്ലംസിൽ ഈ ഹൊറിസോണ്ടൽ ട്രേസും വെർട്ടിക്കൽ ട്രേസും എവിടെയാണ് അല്ലെങ്കിൽ എത്ര ഡിസ്റ്റൻസ് മാറിയാണെന്നുള്ളത് ക്വസ്റ്റിന് തന്നെ ഡയറക്റ്റ്ലി തരും. സോ അത് ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യുക എന്നുള്ളതാണ് ട്രേസസ് ഗിവൺ പ്രോബ്ലംസ്. VT ഓർ HT ഏതെങ്കിലും ഒരു ട്രേസ് തരുള്ളൂ. സോ ഏതെങ്കിലും ഒരു ട്രേസ് തന്നിട്ടുള്ള പ്രോബ്ലംസുകളെയാണ് നമ്മൾ ട്രേസസ് ഗിവൺ പ്രോബ്ലംസ് എന്ന് കാറ്റഗറൈസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ പ്രോബ്ലത്തിൻ്റെ പ്രത്യേകത, ഈ ട്രേസസ് ഗിവൺ പ്രോബ്ലത്തിൻ്റെ ഉള്ള പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്ക് ഈ ട്രേസ് തന്നേക്കുന്നത് കൊണ്ട് തന്നെ ഈ ട്രേസിൽ നിന്ന് വേണം നമ്മളത് വരച്ചു പോകാനായിട്ട്. അപ്പോൾ ഇത് സോൾവ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്, ട്രേസസ് ഗിവൺ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ പ്ലെയിൻ റൊട്ടേഷൻ മെത്തേഡ് തന്നെയാണ് ബെസ്റ്റ് മെത്തേഡ്. അപ്പോൾ ട്രേസസ് തന്നേക്കുന്ന പ്രോബ്ലം ആണെങ്കിൽ, അല്ലെങ്കിൽ ട്രേസസ് ഗിവൺ പ്രോബ്ലംസിൽ വരുന്ന ആ കാറ്റഗറിയിൽ വരുന്ന പ്രോബ്ലംസുകളാണെങ്കിൽ സോൾവ് ചെയ്യാൻ ബെസ്റ്റ് മെത്തേഡ് പ്ലെയിൻ റൊട്ടേഷൻ മെത്തേഡ്. അപ്പോൾ പ്ലെയിൻ റൊട്ടേഷൻ മെത്തേഡ് ഉപയോഗിച്ച് സോൾവ് ചെയ്യുന്നതായിരിക്കും നമുക്ക് എളുപ്പവും പെട്ടെന്ന് തന്നെ ആൻസറും കിട്ടും. അപ്പോൾ അത് നിങ്ങൾ ഓർത്തിരിക്കുക. നിങ്ങൾ ഇന്ന മെത്തേഡിൽ പ്രോബ്ലം സോൾവ് ചെയ്യണമെന്ന് ഒരിക്കലും ഒരു ക്വസ്റ്റ്യനിലും കാണില്ല. അപ്പോൾ ട്രേസസ് ഗിവൺ പ്രോബ്ലം ആണെങ്കിൽ സോൾവ് യൂസിങ് പ്ലെയിൻ റൊട്ടേഷൻ മെത്തേഡ്. അതാണ് ഞാൻ പറയുന്നത്. ട്രേസസ് തന്നേക്കുന്ന പ്രോബ്ലം ആണെങ്കിൽ സോൾവ് യൂസിങ് പ്ലെയിൻ റൊട്ടേഷൻ മെത്തേഡ്. അപ്പോൾ നമ്മുടെ പ്ലെയിൻ റൊട്ടേഷൻ മെത്തേഡിൻ്റെ ബേസിക് ഫിഗർ നമുക്ക് വരയ്ക്കാൻ അറിയണം. ഇത് ഉപയോഗിച്ചിട്ട് വേണം ട്രേസസ് ഗിവൺ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ. ഇനി ഈ ട്രേസസ് ഗിവൺ പ്രോബ്ലംസ് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യും, അത് ആ കാറ്റഗറീസിൽ വരുന്നതാണോ എന്ന് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ക്വസ്റ്റ്യനകത്തിൽ ഒന്നുകിൽ വെർട്ടിക്കൽ ട്രേസ് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ട്രേസ്, രണ്ടും കൂടെ തരില്ല. ഒന്നുകിൽ വെർട്ടിക്കൽ ട്രേസ് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ട്രേസ്, ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു ട്രേസിൻ്റെ പൊസിഷൻ നമ്മുടെ ക്വസ്റ്റ്യനിൽ കാണും. അപ്പോൾ ഇതുവരെ നമുക്ക് ഒരു ക്വസ്റ്റ്യനിൽ നമ്മളോട് ട്രേസ് തന്നിട്ടില്ലായിരുന്നു. എല്ലാം മാർക്കറ്റ് ട്രേസസ് എന്ന് പറഞ്ഞാണ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നെങ്കിൽ, ട്രേസസ് ഏതെങ്കിലും തന്നേക്കുന്നുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും ഇറ്റ് ഈസ് കംസ് അണ്ടർ ട്രേസസ് ഗിവൺ പ്രോബ്ലംസ് എന്ന് പറഞ്ഞ കാറ്റഗറിയിലാണ്. സോ പ്ലെയിൻ റൊട്ടേഷൻ മെത്തേഡ് വെച്ച് സോൾവ് ചെയ്യണം. പ്ലെയിൻ റൊട്ടേഷൻ മെത്തേഡിൻ്റെ ബേസിക് ഫിഗർ വരച്ച് വേണം സോൾവ് ചെയ്യാനായിട്ട്. സോ ട്രേസസ് ഗിവൺ കാറ്റഗറി, ട്രേസസ് ഗിവൺ പ്രോബ്ലംസിൻ്റെ കാറ്റഗറിയിലെ ഫസ്റ്റ് പ്രോബ്ലം ആണ് നമ്മളിന്ന് സോൾവ് ചെയ്യാൻ പോകുന്നത്. സോ സോൾവ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പ്രൊജക്ഷൻ ഓഫ് ലൈൻസിലെ 17ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സോ ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. ദ ഫ്രണ്ട് വ്യൂ ഓഫ് എ ലൈൻ AB മെഷേഴ്സ് 75 mm, മേക്സ് ആൻ ആംഗിൾ 50 degree with XY line. The end A is in HP and VT of the line is 25 mm above HP. The line is inclined at 35 degree to VP. Draw the projection, find its true length and true inclinations. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മുടെ ഗിവൺ ഡേറ്റാസ് ഒന്ന് എടുത്ത് എഴുതുകയാണ്. ഗിവൺ ഡേറ്റാസ് എന്ന് പറയുന്നത് എന്താണ്? ദ ഫ്രണ്ട് വ്യൂ ഓഫ് എ ലൈൻ AB മെഷേഴ്സ്, ഫ്രണ്ട് വ്യൂ ഓഫ് എ ലൈൻ AB മെഷേഴ്സ് 75 mm. അപ്പോൾ ലൈനിൻ്റെ പേര് നമുക്ക് ഗിവൺ ആണ് അല്ലേ. ലൈനിൻ്റെ പേരെന്ന് പറയുന്നത് ലൈൻ AB എന്നാണ്. സോ AB, സോ ലൈനിൻ്റെ പേര് AB. സോ ഇറ്റ് ഈസ് ഗിവൺ ആണ്. ദെൻ അടുത്ത് പറഞ്ഞേക്കുന്നത് എന്താ? ദ ഫ്രണ്ട് വ്യൂ ഓഫ് എ ലൈൻ AB മെഷേഴ്സ് 75 mm. ഫ്രണ്ട് വ്യൂവിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ടല്ലേ. ഫ്രണ്ട് വ്യൂ that is equal to A dash B dash that is equal to 75. So front view ന്റെ ഡേറ്റ തന്നിട്ടുണ്ട്. ആൻഡ് മേക്സ് ആൻ ആംഗിൾ, ഫ്രണ്ട് വ്യൂ തന്നിട്ടുണ്ട്, ഫ്രണ്ട് വ്യൂ, സോ ഫ്രണ്ട് വ്യൂവിൻ്റെ ഡേറ്റ തന്നിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് മേക്സ് ആൻ ആംഗിൾ 50 degree വിത്ത് XY ലൈൻ. അപ്പോൾ ഫ്രണ്ട് വ്യൂ മേക്ക് ചെയ്യുന്ന ആംഗിൾ നോക്കി, XY ലൈനുമായിട്ട് ഫ്രണ്ട് വ്യൂ എന്ന് പറയുമ്പോൾ A dash B dash അത് മേക്ക് ചെയ്യുന്ന ആംഗിൾ, അല്ലെങ്കിൽ A dash B dash മേക്ക് ചെയ്യുന്ന ആംഗിൾ ഏതാ? ആൽഫ തന്നെയാണ്. XY ലൈനായിട്ട് ഈ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ XY ലൈനായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ഏതാ? ആൽഫ തന്നെയാണ്. ഇപ്പോൾ ഫ്രണ്ട് വ്യൂവിൻ്റെ ആംഗിൾ ഏത് തന്നെയാണ്? ആൽഫ തന്നെയായിരിക്കും. സോ ആൽഫ ഈസ് ഗിവൺ ആണ്. ഫ്രണ്ട് വ്യൂ മേക്സ് ആൻ ആംഗിൾ, സോ ആൽഫ ഈസ് ഗിവൺ ആസ് 50 degree. സോ ഫ്രണ്ട് വ്യൂ മേക്ക് ചെയ്യുന്ന ആംഗിൾ തന്നിട്ടുണ്ട് 50 degree എന്നാണ്. ദി എൻഡ് A ഈസ് ഇൻ HP ആൻഡ് VT ഓഫ് ദ ലൈൻ ഈസ് 25 mm above HP. അപ്പോൾ ഒരു കാര്യം തന്നിട്ടുണ്ട്, പോയിന്റ് എൻഡ് A എന്ന് പറയുന്നതിൻ്റെ ഒരു ഡേറ്റ തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് ഇൻ HP അല്ലെങ്കിൽ ഓൺ HP എന്ന് പറയുന്ന ഡേറ്റ. അപ്പോൾ പോയിന്റ് A ഓൺ HP ആണ് അല്ലെങ്കിൽ ഇൻ HP ആണ്. ദെൻ VT ഓഫ് ദ ലൈൻ ഈസ് 25 mm above HP. അപ്പോൾ VT തന്നിട്ടുണ്ട്, വെർട്ടിക്കൽ ട്രേസ്, വെരി ഇമ്പോർട്ടൻറ്റ്. ട്രേസസ് ഗിവൺ പ്രോബ്ലം ആണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഇവിടുന്ന VT ഈസ് ഗിവൺ. എങ്ങനെയാണ് VT വന്നിരിക്കുന്നത്? VT ഈസ് 25 mm
എബോവ് എച്ച് പി. ഇപ്പോൾ 25 mm എബോവ് ഹൊറിസോണ്ടൽ പ്ലെയിനിൻ്റെ മുകളിലാണ് വി ടി എന്ന് പറയുന്നത്. സോ വി ടി തന്നിട്ടുണ്ട്. വി ടി ഓഫ് ദ ലൈൻ ഈസ് 25 mm എബോവ് എച്ച് പി. ദി ലൈൻ ഈസ് ഇൻക്ലൈൻഡ് അറ്റ് 35 degree ടു വി പി. അപ്പോൾ ഇൻക്ലിനേഷൻ വിത്ത് വി പി. ഇൻക്ലിനേഷൻ വിത്ത് വി പി എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഇൻക്ലിനേഷൻ വിത്ത് വി പി ഫൈ ദാറ്റ് ഈസ് ഈക്വൽ ടു 35 degree. സോ 35 ഫൈവ് തന്നിട്ടുണ്ട് 35 degree. ഇത്രയാണ് നമ്മുടെ ഗിവൺ ഡേറ്റാസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നോക്കിയേ, എ ബിയുടെ ഫ്രണ്ട് വ്യൂ തന്നിട്ടുണ്ട്, എ ഡാഷ് ബി ഡാഷ്, അത് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആൽഫ തന്നിട്ടുണ്ട്. ദെൻ ഫൈ ഗിവൺ ആണ്, പോയിന്റ് എയുടെ ഒരു പൊസിഷൻ ഉണ്ട്, ദാറ്റ് ഈസ് ഇൻ എച്ച് പി. ദെൻ വി ടി തന്നിട്ടുണ്ട്, വെർട്ടിക്കൽ ട്രേസ് ഓഫ് ദ ലൈൻ ഈസ് 25 mm എബോവ് എച്ച് പി. അപ്പോൾ വി ടി ഗിവൺ ആണ്, അപ്പോൾ ട്രേസ് തന്നിട്ടുണ്ട്, വെർട്ടിക്കൽ ട്രേസ് ആണ് ഈ ക്വസ്റ്റിന് തന്നിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് എ ട്രേസ് ഗിവൺ പ്രോബ്ലം ആണ്. സോ നമ്മൾ എന്ത് ചെയ്യണം? പ്ലെയിൻ റൊട്ടേഷൻ മെത്തേഡ് വെച്ച് ഇത് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ പ്ലെയിൻ റൊട്ടേഷൻ മെത്തേഡിൻ്റെ ബേസിക് ഫിഗറും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇനി അതിന് മുമ്പ് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ഒരു പ്രത്യേക ഒരു ട്രേസ് ഗിവൺ പ്രോബ്ലത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇത്രയേ ഉള്ളൂ, നമുക്ക് വെർട്ടിക്കൽ ട്രേസ് ആണ് തന്നേക്കുന്നതെങ്കിൽ അത് മേക്ക് ചെയ്യുന്ന ആംഗിൾ ഈ ഫൈ കണ്ടോ, ഈ ഫൈയും മിക്കവാറും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരിക്കും. ക്ലിയർ ആണോ? വെർട്ടിക്കൽ ട്രേസ് ആണ് തന്നേക്കുന്നത്, കാരണം ട്രേസസ് ഗിവൺ. അപ്പോൾ നമ്മൾ ഈ ട്രേസ് വരച്ച് കഴിഞ്ഞാൽ, ട്രേസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഈ 5 degree ഉണ്ടെങ്കിൽ നമുക്കിവിടെ ഈ ലൈനുകൾ വരയ്ക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ വെർട്ടിക്കൽ ട്രേസ് തന്നേക്കുന്ന പ്രോബ്ലം ആണെങ്കിൽ അതിനകത്ത് മേക്ക് ചെയ്യുന്ന ആംഗിൾ ഇൻക്ലിനേഷൻ വിത്ത് വി പി ഫൈയും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരിക്കും. മിക്കവാറും എല്ലാ കേസിലും അങ്ങനെയാണ്. സിമിലർലി ഹൊറിസോണ്ടൽ ട്രേസ് തന്നേക്കുന്ന പ്രോബ്ലം ആണെങ്കിൽ, ഈ എച്ച് ടി തന്നേക്കുന്ന പ്രോബ്ലംസ് ആണെങ്കിൽ അത് മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റ എന്ന് പറയുന്ന ഈ ആംഗിളും ക്വസ്റ്റിനകത്തിൽ തന്നിട്ടുണ്ടായിരിക്കും. ക്ലിയർ ആണോ? അപ്പോൾ വി ടി ഗിവൺ പ്രോബ്ലം ആണെങ്കിൽ ഫൈയും ഗിവൺ ആയിരിക്കും, എച്ച് ടി ഗിവൺ പ്രോബ്ലം ആണെങ്കിൽ തീറ്റയും ഗിവൺ ആയിരിക്കും. അപ്പോൾ ഒരു ആംഗിൾ നിങ്ങൾക്ക് തരുമ്പോൾ പെട്ടെന്ന് കൺഫ്യൂഷൻ ആവരുത്. നിങ്ങൾക്ക് വി ടി തന്നേക്കുന്ന പ്രോബ്ലം ആണെങ്കിൽ അതിൻ്റെ കൂടെ തന്നേക്കുന്ന ആംഗിൾ എന്തായിരിക്കും? ഇൻക്ലിനേഷൻ വിത്ത് വി പി ഫൈയേ തരുവുള്ളൂ. അല്ലാത്ത കേസ് നമുക്ക് സോൾവ് ചെയ്യാൻ ഇച്ചിരി പാടാം. അപ്പോൾ അതേപോലെ എച്ച് ടി തന്നേക്കുന്ന പ്രോബ്ലം ആണെങ്കിൽ ഇൻക്ലിനേഷൻ വിത്ത് എച്ച് പി തീറ്റയും തന്നു. കാരണം എച്ച് ടി കിട്ടിക്കഴിഞ്ഞാൽ ആ തീറ്റ ആംഗിളിൽ ലൈൻ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് തീറ്റ ആംഗിളിൽ നമുക്ക് ലൈൻ വരച്ചാൽ ഈ ലൈൻ വരച്ചാൽ നമുക്ക് ബാക്കി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അത് ഓർത്തിരിക്കുക. വി ടി ഗിവൺ പ്രോബ്ലത്തിൽ ഫൈയും ക്വസ്റ്റ്യനിൽ ഉണ്ടാവണം, എച്ച് ടി ഗിവൺ പ്രോബ്ലത്തിൽ തീറ്റയും മിക്കവാറും ക്വസ്റ്റ്യൻസിലെല്ലാം തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ വേണം. അപ്പോൾ വി ടി ഉണ്ടെങ്കിൽ ഈ 5 ആംഗിളൂടെ ക്വസ്റ്റ്യനിൽ കാണുമെന്നുള്ളത്. അപ്പോൾ നമുക്കിത് സോൾവ് ചെയ്യാം. ഇപ്പോൾ സോൾവ് ചെയ്യാൻ പോവാണ്. സോൾവ് ചെയ്യാനായിട്ട് നമ്മുടെ ആസ് യൂഷ്വൽ മെത്തേഡ്, പ്ലെയിൻ റൊട്ടേഷൻ്റെ മെത്തേഡ് നമുക്കുണ്ട്. സോ അതനുസരിച്ച് വരയ്ക്കുന്നു. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നമ്മുടെ എക്സ് വൈ ലൈനാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. സോ ഞാൻ എക്സ് വൈ ലൈൻ വരയ്ക്കുന്നു. സോ പെട്ടെന്ന് തന്നെ നമുക്ക് വരച്ചു. ഓക്കെ, സോ എക്സ് വൈ ലൈൻ വരച്ചു. അടുത്ത സ്റ്റെപ്പ് എന്താണ്? നമുക്ക് പോയിന്റ് എ പിയുടെ ഒരു പൊസിഷനേ ഉള്ളൂ, ഇൻ എച്ച് പി എന്ന് മാത്രമേ ഉള്ളൂ. സോ അതനുസരിച്ചിട്ട് നമുക്ക് പ്ലോട്ട് ചെയ്യാൻ പറ്റും. പോയിന്റ് എ ഈസ് ഇൻ എച്ച് പി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? എ ഡാഷ് ഈസ് ഓൺ എക്സ് വൈ ലൈൻ എന്നാണ്. പോയിന്റ് എ ഇൻ എച്ച് പി ആണെങ്കിൽ എ ഡാഷ് എക്സ് വൈ ലൈനിലാണ്. സോ ഞാൻ ഫിക്സ് ചെയ്യുന്നു, എ ഡാഷ് എന്ന് പറയുന്ന പോയിന്റ് ഫിക്സ് ചെയ്യുന്നു. സോ ദിസ് ഈസ് എ ഡാഷ്. സോ ഞാൻ എ ഡാഷ് ഫിക്സ് ചെയ്തു. ദിസ് ഈസ് എ ഡാഷ്. എക്സ് വൈ ലൈനിൽ മാർക്ക് ചെയ്തു, പേര് കൊടുത്തു, ദിസ് ഈസ് എ ഡാഷ് എന്ന് കിട്ടി. അപ്പോൾ എ ഡാഷ് നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. സോ ഇൻ എച്ച് പി എ ഡാഷ് മാർക്ക് ചെയ്തു. ഇനി എന്തുണ്ട്? എ ഡാഷ് ബി ഡാഷിൻ്റെ ലെങ്ത് ഉണ്ട് 75 mm, അത് മേക്ക് ചെയ്യുന്ന ആംഗിൾ ഉണ്ട് 50 degree. അപ്പോൾ നമുക്ക് എ ഡാഷ് ബി ഡാഷ് വരയ്ക്കാമല്ലോ, ഫ്രണ്ട് വ്യൂ വരയ്ക്കാൻ പറ്റും. എന്ത് ചെയ്യണം? ഫ്രണ്ട് വ്യൂ വരയ്ക്കാനായിട്ട് എ ഡാഷ് ബി ഡാഷിൻ്റെ ആംഗിൾ നമുക്കറിയാം 50 degree. സോ ഞാൻ മാർക്ക് ചെയ്യുന്നു 50 degree. ഇത് ഇച്ചിരി ലെവൽ കൂടിയ ക്വസ്റ്റ്യൻ ആണ്. ശരിക്കും ട്രേസസ് ഗിവൺ പ്രോബ്ലത്തിൽ ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ല, കുറച്ചുകൂടെ കൺഫ്യൂസിങ് ആവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ അങ്ങനെ ആയത് കൊണ്ട് തന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. മേ ബി അടുത്ത ക്വസ്റ്റ്യൻ ഇത്രയും പ്രശ്നം വരില്ല. സോ ഞാൻ ചെയ്യാൻ പോകുന്നത് എ ഡാഷ് ബി ഡാഷിൻ്റെ ആംഗിൾ 50 degree. സോ 50 degree മാർക്ക് ചെയ്യുന്നു. സോ എ ഡാഷ് ബി ഡാഷിൻ്റെ ലെങ്ത് എത്രയാണ്? 75 ആണ്. സോ 50 degree ലൈനിൽ ഞാൻ 75 മാർക്ക് ചെയ്യാൻ പോവാണ്. 75 മാർക്ക് ചെയ്യുന്നു. സോ 1 2 3 4 5 6 7 75. സോ എ ഡാഷ് ബി ഡാഷ് ലൈൻ നമ്മൾ 75 എ ഡാഷ് ബി ഡാഷ് ലൈൻ ഡാർക്ക് ലൈൻ ആണ്, മാർക്ക് ചെയ്തു. ദിസ് പോയിന്റ് ഈസ് ബി ഡാഷ്. ക്ലിയർ ആണോ? ഈ ആംഗിൾ എത്രയാണ്? ദിസ് ആംഗിൾ ഈസ് 50 degree. നമ്മുടെ ആൽഫ
ആംഗിളിൽ എ ഡാഷ് ബി ഡാഷ് വരച്ചു. സോ ആംഗിൾ ഉണ്ടായിരുന്നു, എ ഡാഷ് ബി ഡാഷ് വരച്ചു. സോ ബി ഡാഷ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബിയുടെ പ്രൊജക്റ്റ് ലൈൻ വരയ്ക്കാം. സോ ഞാനത് വരയ്ക്കുന്നു. വെർട്ടിക്കൽ ലൈൻ, ബിയുടെ പ്രൊജക്റ്റഡ് ലൈൻ വരയ്ക്കുന്നു. സോ ബിയുടെ പ്രൊജക്റ്റഡ് ലൈൻ വരച്ചു. നമുക്കിവിടെ എയുടെ പ്രൊജക്റ്റഡ് ലൈൻ വരയ്ക്കാം. എ ഡാഷ് എയുടെ പ്രൊജക്റ്റ് ലൈൻ വരച്ചിട്ടു. അപ്പോൾ നോക്കിയേ, ഈ ഡേറ്റ നമ്മൾ യൂസ് ചെയ്തു. എ ഡാഷ് ബി ഡാഷും ആൽഫയും വെച്ച് 75, സോറി എ ഡാഷ് ബി ഡാഷിൻ്റെ ലെങ്ത്തും ആൽഫ ഉപയോഗിച്ച് നമ്മുടെ ഫ്രണ്ട് വ്യൂ നമ്മൾ വരച്ചു കഴിഞ്ഞു. ഇനി ഉള്ളത് 5 ആണ് നമുക്കുള്ളത്. പിന്നെ വി ടിയുടെ ലോക്കസ് ആണ്. അപ്പോൾ 5 കിട്ടിയാലേ നമുക്ക് ആ വി ടി കിട്ടിയാലേ നമുക്ക് 5 ആംഗിൾ ലൈൻ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി അടുത്തത് എന്ത് ചെയ്യണം? വെർട്ടിക്കൽ ട്രേസ് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മളോട് ആകെ പറഞ്ഞേക്കുന്നത് വെർട്ടിക്കൽ ട്രേസ് എവിടെ വേണേലും, പക്ഷേ പറഞ്ഞേക്കുന്നത് വി ടി ഈസ് 25 mm എബോ എച്ച് പി എബോ എക്സ് വൈ ലൈനാണ്. ഇപ്പോൾ വെർട്ടിക്കൽ ട്രേസ് എന്ന് പറയുന്നത് എക്സ് വൈ ലൈനിൽ നിന്ന് 25 mm മേളിലാണെന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ എവിടെയാണെന്ന് അറിയില്ല. സോ അതിനുവേണ്ടി അടുത്ത സ്റ്റെപ്പ്, എപ്പോഴും അടുത്ത സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ടത് എന്താണ്? വി ടി പൊസിഷൻ തന്നാൽ വി ടിയുടെ ലോക്കസ് ലൈൻ വരയ്ക്കുക. അപ്പോൾ 25 mm എബോ എച്ച് പി എന്നാണ്. സോ ഞാൻ സൈഡിലോട്ട് വെർട്ടിക്കൽ ലൈൻ, ഏതെങ്കിലും ഒരു വെർട്ടിക്കൽ ലൈൻ, നമുക്ക് ഓൾറെഡി പ്രൊജക്റ്റ് ലൈൻ ഉണ്ടെങ്കിൽ ആ ലൈനിൽ നിങ്ങൾക്ക് പോയിന്റ് എടുത്താൽ മതി. സോ ഞാൻ 25 mm മേളിലോട്ട് എടുക്കുന്നു. 10, 20. സോ 25 mm മേളിലോട്ട് മാർക്ക് ചെയ്തൊരു പോയിന്റ് കൊടുത്തു. ദെൻ അവിടെ ലോക്കസ് ലൈൻ, വി ടിയുടെ ലോക്കസ് ലൈൻ വരയ്ക്കുന്നു. സോ എക്സ് വൈ ലൈനിന് പാരലായിട്ട് വി ടിയുടെ ലോക്കസ് ലൈൻ വരയ്ക്കുകയാണ്. സോ ഈ വരയ്ക്കുന്നതാണ് വി ടിയുടെ ലോക്കസ് ലൈൻ. ക്ലിയർ ആണോ? ഇതിൻ്റെ പേര് ലോക്കസ് ഓഫ് വി ടി, ലോക്കസ് ഓഫ് വി ടി. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ഒരു വ്യൂ വരച്ചു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് വെർട്ടിക്കൽ ട്രേസ്, അല്ലെങ്കിൽ ഏത് ട്രേസ് ആണ് തന്നേക്കുന്നത് ആ ട്രേസ് ഐഡൻറ്റിഫൈ ചെയ്യുക, എക്സാക്ട് ട്രേസിൻ്റെ പോയിന്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സോ അതിനുവേണ്ടി ഇവിടെ തന്നേക്കുന്ന ഡേറ്റ വി ടി ഈസ് 25 mm എബോ എച്ച് പി എന്നാണ്. സോ ഞാൻ 25 mm മേളിലോട്ട് മാറ്റി, എക്സ് വൈ ലൈനിൽ നിന്ന് 25, ഈ ഡിസ്റ്റൻസ് ആണ് 25 mm മേളിലോട്ട് മാറ്റി ഒരു ലോക്കസ് ലൈൻ വരച്ചു. ദാറ്റ് ഈസ് ലോക്കസ് ഓഫ് വി ടി. അപ്പോൾ ഈ ലൈനിൽ എവിടെയോ വി ടി വരും. സോ ഇനി നമ്മുടെ പ്രശ്നം വി ടി എക്സാക്ട്ലി എവിടെയാണെന്ന് കണ്ടുപിടിക്കുക. സോ അത് കണ്ടുപിടിക്കാൻ നമ്മുടെ ബേസ് ഫിഗർ നോക്കി കഴിഞ്ഞാൽ അറിയാം. നോക്കിയേ, ദിസ് ഈസ് വി ടി അല്ലേ. ഈ വി ടി എന്ന് പറയുന്നത് നോക്കിയേ, എ ഡാഷ് ബി ഡാഷ് ലൈനിനെ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് വി ടി. അപ്പോൾ എ ഡാഷ് ബി ഡാഷ് ലൈനിനെ, അല്ലെങ്കിൽ ആ ലൈനിൻ്റെ സെയിം പാത്തിലാണ് നമ്മുടെ വി ടി വരുന്നത്. എ ഡാഷ് ബി ഡാഷ് ലൈനിൻ്റെ പാത്തിലാണ് എ ഡാഷ് ബി ഡാഷ് എച്ച് ഡാഷ് വി ടി സെയിം ലൈനിലാണ് വരുന്നത്. അപ്പോൾ എ ഡാഷ് ബി ഡാഷ് ലൈനിൻ്റെ പാത്തിലാണ് നമ്മുടെ വി ടി വരുന്നത്. ക്ലിയർ ആണോ? വെർട്ടിക്കൽ ട്രേസ് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എ ഡാഷ് ബി ഡാഷ് ഉണ്ട്. സോ ഇതാണ് നമ്മുടെ എ ഡാഷ് ബി ഡാഷ്. അപ്പോൾ ഈ ലൈൻ ഒന്നുകിൽ ഈ ലൈനിൽ അല്ലെങ്കിൽ ഈ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് വി ടി കിട്ടേണ്ടത്. ഇനി ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ ലൈനിലാണ് വി ടി വരേണ്ടത്. കാരണം ലോക്കസ് ഓഫ് വി ടി നമ്മുടെ ഡിസ്റ്റൻസ് അനുസരിച്ച് ഈ ലൈനിലാണ് വി ടി. സോ എ ഡാഷ് ബി ഡാഷ് ലൈനിൽ വരണം, ഈ ലൈനിലും വരണം. സോ ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരേ ഒരു പോയിന്റേ ഉള്ളൂ. ഏത് പോയിന്റ് ആണത്? സോ ലോക്കസ് ഓഫ് വി ടി ലൈൻ എ ഡാഷ് ബി ഡാഷ് ലൈനിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ്. സോ ഈ പോയിന്റ് ആണ് നമ്മുടെ എന്ത്? വി ടി, വെർട്ടിക്കൽ ട്രേസ് എന്ന് പറയുന്നത്. വെർട്ടിക്കൽ ട്രേസ് വി ടി, ദിസ് പോയിന്റ് ഈസ് വി ടി. ക്ലിയർ ആണോ? അപ്പം നമുക്ക് എക്സാക്ട്ലി എന്ത് കിട്ടി? വി ടി കിട്ടിയെന്നർത്ഥം. വെർട്ടിക്കൽ ട്രേസ് നമുക്ക് ക്ലിയർ ആയിട്ടും കിട്ടി. ഓക്കെ അല്ലേ? വെർട്ടിക്കൽ ട്രേസ് കിട്ടി. ഇപ്പോൾ വെർട്ടിക്കൽ ട്രേസ് കിട്ടി. എങ്ങനെയാണെന്ന് നമ്മൾ ചോദിച്ചാൽ, ഫസ്റ്റ് വെർട്ടിക്കൽ ട്രേസ് 25 mm എബോ എച്ച് പി തന്നിട്ടുള്ളൂ. സോ നമ്മൾ വെർട്ടിക്കൽ ട്രേസിൻ്റെ ലോക്കസ് വരച്ചു, ലോക്കസ് ഓഫ് വി ടി വരച്ചു. അപ്പോൾ ഈ ലൈനിൽ വരണമെന്ന് നമുക്ക് പിടികിട്ടി. ഇനി നമ്മുടെ ബേസ് ഫിഗർ നോക്കി, വി ടി എന്ന് പറയുന്നത് എ ഡാഷ് ബി ഡാഷ് ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത ആ ലൈനിൽ വരണം. സോ ഈ എ ഡാഷ് ബി ഡാഷ് ലൈനിൽ വരണം, ഈ വി ലൈനിലും വരണം. സോ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ ആ പോയിന്റ് ഇവിടെ വന്നാലേ പറ്റുള്ളൂ. സോ നമ്മളങ്ങനെ എക്സാക്ട്ലി വി ടി ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് അതാണ്, ലോക്കസ് ഓഫ് വി ടി. ലോക്കസ് ലൈൻ വരച്ച് കഴിഞ്ഞാൽ, ട്രേസിൻ്റെ ലോക്കസ് ലൈൻ വരച്ച് കഴിഞ്ഞാൽ അതിനുശേഷം എക്സാക്ട് പോയിന്റ് വി ടി എവിടെയാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഒരു കാര്യം ഞാൻ പറയുന്നത് നിങ്ങൾ ക്ലിയർ ആയിട്ടൊന്ന് ശ്രദ്ധിച്ചോണം. ഇത് പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, നമുക്ക് കൺഫ്യൂഷൻ അല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ ബാക്കി പ്രോസസ്സ് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഡൗട്ടുകൾ കയറി വരാം. കുറേ പ്രൊജക്ഷൻ ലൈൻസുകൾ അവിടെ ഇവിടെയും കിടന്നു കഴിഞ്ഞാൽ ഡൗട്ടുകൾ കയറി വരാം. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ ചെയ്യുന്നത്, ഈ വി ടി കിട്ടിയല്ലോ, വി ടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ ലോക്കസ് ലൈനിന് സിഗ്നിഫിക്കൻസ് ഇല്ല. നമുക്ക് വി ടി കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ആ ലോക്കസ് ലൈൻ, നമ്മൾ വരച്ച ആ ലോക്കസ് ലൈൻ ഒന്ന് ഇറേസ് ചെയ്ത് കളയും. ഞാനിപ്പോൾ ഇവിടെ ഇങ്ങോട്ടുള്ള എക്സ്റ്റെൻഡ് ചെയ്ത് ഇറേസ് ചെയ്ത് കളഞ്ഞു. ദെൻ ഇവിടെയും ബാക്കി ഇങ്ങോട്ടുള്ള എക്സ്റ്റെൻഡ് ചെയ്തു. ഇവിടെ എൻഡിൽ മാത്രം അവിടെ കിടന്നോട്ടെ, കാരണം നമ്മളത് വരച്ചിട്ടുണ്ടായിരുന്നു എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ലോക്കസ് ഓഫ് വി ടി വരച്ചായിരുന്നു ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയും വേണം നമുക്ക് ഡയമെൻഷൻ കൊടുക്കാനുമായിട്ട് അതവിടെ കിടന്നോട്ടെ. ബാക്കി നമ്മുടെ ഈ ഫിഗറിനകത്ത് വരുന്ന വി ടിയുടെ പാർട്ട്, ലോക്കസ് ലൈൻ
ഇറേസ് ചെയ്ത് കളയുക. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ ലൈൻസ് അവിടെ കിടക്കുന്നത് നമുക്ക് കൂടുതൽ കൺഫ്യൂഷൻ ഒഴിവാക്കാം. നമുക്ക് VT കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇനി ഈ ലൈനിൻ്റെ സിഗ്നിഫിക്കൻസ് ഇല്ല, നമുക്ക് എക്സാക്റ്റ് പോയിന്റ് കിട്ടിയെന്ന് അർത്ഥം. ഇനി VT കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താ നോക്കി. VT കിട്ടിയാൽ A', B' ലൈൻ, നമ്മുടെ A', B' ലൈനിൽ ഈ ലൈനിൽ നിന്ന് ഫൈ ആംഗിളിൽ ഒരു ലൈൻ വരച്ചാൽ അതിലായിരിക്കും നമ്മുടെ ക്യാപിറ്റൽ A', B' വരുന്നത്. ക്ലിയർ അല്ലേ? VT A', B' ലൈൻ VT, ഈ ലൈനിൽ നിന്ന് ഫൈ ആംഗിളിൽ ഒരു ലൈൻ വരച്ചാൽ ആ ലൈനിലാണ് നമ്മുടെ ക്യാപിറ്റൽ A', ക്യാപിറ്റൽ B' വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് VT കിട്ടിക്കഴിഞ്ഞാൽ ഫൈ ആംഗിൾ ഉണ്ട്. ഫൈ ഈസ് ഈക്വൽ ടു 35. അപ്പോൾ VTയിൽ നിന്ന് ഈ A', B' ലൈനിന് ഫൈ ആംഗിളിൽ ഒരു ലൈൻ വരയ്ക്കുക. അപ്പോൾ അവിടെ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരാം, ഇത് നടുക്ക് VT വന്നുകൊണ്ട് എങ്ങനെ ചെയ്യുമെന്നുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ A', B' ലൈൻ. നിങ്ങൾക്ക് രണ്ട് രീതിയിൽ അത് ചെയ്യാം. ഞാൻ A', B' ലൈനിൽ പ്രൊട്രാക്ടർ വെക്കുന്നു. ദെൻ VTയിൽ സെൻറ്റർ പോയിന്റ് വെച്ചു. 35 ഡിഗ്രിയാണ് നമുക്ക് എടുക്കേണ്ടത്. ഞാനിപ്പോൾ പ്രൊട്രാക്ടർ വെച്ചേക്കുന്നത് നോക്കി, താഴെയാണ് വെച്ചേക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാൻ ഇവിടെ വന്ന് 35 മെഷർ ചെയ്യാൻ പോവാണ്. VTയിൽ വെച്ചു, 35 മെഷർ ചെയ്യുന്നു. 35 മെഷർ ചെയ്തു. ദെൻ VTയിലൂടെ ലൈൻ വരയ്ക്കുന്നു. 35 ആംഗിൾ. ക്ലിയർ ആണോ ഞാൻ ഈ വരച്ചേക്കുന്നത്? ലൈൻ വരച്ചു. സോ ഞാൻ എടുത്തത് ഈ ലൈനിൽ നിന്ന് ഇത് ഈ ആംഗിൾ 35 എന്ന് വെച്ചാൽ ഈ ആംഗിൾ 35 എന്നാണ്. പ്രൊട്രാക്ടർ ഇങ്ങനെ വെച്ചാണ് എടുത്തത്. വേണമെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ഓപ്ഷനും ഉണ്ട്. പ്രൊട്രാക്ടർ തിരിച്ച് അപ്പുറത്തെ സൈഡിൽ വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ട് വേണമെങ്കിലും 35 മെഷർ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു ലൈൻ വരും. ക്ലിയർ ആണോ പറഞ്ഞേ? ഇങ്ങനെ ലൈൻ വരയ്ക്കുന്നതിന് പകരം ഇവിടെ നിന്ന് ഇപ്പം നോക്കി, നമ്മുടെ ഫൈ ആംഗിൾ ഞാൻ എടുത്ത 35 ഫൈ ആംഗിൾ എന്ന് പറയുന്നത് ഇതാണ്, 35 ഡിഗ്രി. ഈ ലൈനിൽ നിന്ന് താഴോട്ട് എടുത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് മേലോട്ട് കൊടുക്കാം. പ്രൊട്രാക്ടർ ആ സൈഡ് വെച്ചാൽ അപ്പോൾ ഇങ്ങനെ ഒരു 35 ലൈൻ വരും. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ എന്ത് ചെയ്തു, VTയിൽ നിന്ന് A', B' ലൈനിൽ നിന്ന് ഫൈ ആംഗിളിൽ ഒരു ലൈൻ വരച്ചു, ക്യാപിറ്റൽ Aയും ക്യാപിറ്റൽ Bയും കിട്ടാൻ വേണ്ടിയിട്ട്. അടുത്ത പ്രോബ്ലത്തിൽ നിങ്ങൾക്ക് ഈ ഒരു കൺഫ്യൂഷൻ വരും, കാരണം VTയും HTയോ മാറിയായിരിക്കും കിട്ടുന്നത്. ഇവിടെ ഈ ലൈനിൽ വന്നുകൊണ്ടാണ് സെൻട്രൽ ലൈൻ ഇവിടെ വന്നു. സോ നമ്മൾ എങ്ങനെ വരച്ചാലും, ആംഗിൾ അങ്ങോട്ടെടുത്ത് വരച്ചാലും ഇങ്ങോട്ട് എടുത്ത് വെച്ചാലും ഈ ലൈൻസ് A', B' ഓപ്പോസിറ്റ് ആയിട്ടേ പോകുള്ളൂ. ക്ലിയർ ആണോ? അപ്പോൾ ഈ ലൈൻ വരച്ചു. ഇനി ആ ലൈനിൽ എവിടെയാണ് ക്യാപിറ്റൽ A', എവിടെയാണ് ക്യാപിറ്റൽ B', ഇതെങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യും? ക്യാപിറ്റൽ A' കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ A' നിന്ന് പെർപെൻഡിക്കുലർ ലൈൻ വരച്ചാൽ ക്യാപിറ്റൽ A. ഈ ലൈനിലോട്ട് A' നിന്ന് പെർപെൻഡിക്കുലർ വരച്ചാൽ ക്യാപിറ്റൽ A' കിട്ടും. ഈ സ്മോൾ ലെറ്റർ B', നമ്മുടെ ടോപ്പ് ഫ്രണ്ട് വ്യൂ, ബിയുടെ ഫ്രണ്ട് വ്യൂ, B' നിന്ന് പെർപെൻഡിക്കുലർ ലൈൻ വരച്ചാൽ ക്യാപിറ്റൽ B' കിട്ടും. അപ്പോൾ ഈ രണ്ട് പോയിന്റുകൾ നമുക്കിവിടെ ഉണ്ട്. A' ഉണ്ട്, B' ഉണ്ട്. ഈ രണ്ട് പോയിന്റിൽ നിന്നും പെർപെൻഡിക്കുലർ ലൈൻസുകൾ ഇപ്പോൾ വരച്ച 35 ഡിഗ്രി ലൈൻ, നമ്മുടെ ഫൈ ആംഗിളിൽ വരച്ച ഈ ലൈനിലോട്ട് പെർപെൻഡിക്കുലർ ലൈൻസുകൾ വരച്ചാൽ ക്യാപിറ്റൽ A', ക്യാപിറ്റൽ B' കിട്ടും. ക്ലിയർ അല്ലേ? അപ്പോൾ ഇപ്പം ഞാൻ വരച്ച പെർപെൻഡിക്കുലർ ലൈൻ ഇതാണ് 35 ഡിഗ്രി ലൈനിൽ. സോ ഈ ലൈനിലോട്ട് A' നിന്ന് പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുക. സോ A' നിന്ന് പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ നോക്കി, A' നിന്ന് പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കാൻ പോവാണ് ഞാൻ. A' നിന്ന് പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു. സിമിലർലി എന്ത് ചെയ്യുക, അതേപോലെ A' നിന്ന് എനിക്ക് ഈ ഡയറക്ഷനിൽ വരച്ചാലേ ആ ലൈനിൽ മീറ്റ് ചെയ്യുള്ളൂ. പക്ഷേ B' നിന്ന് നേരെ താഴോട്ട് പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കണം, എങ്കിലേ ഇവിടെ മീറ്റ് ചെയ്യുള്ളൂ. സോ B' നിന്നും പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു. ക്ലിയർ ആണോ? സോ രണ്ടിടത്തു നിന്നും പെർപെൻഡിക്കുലർ ലൈൻ, A' നിന്ന് പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു, ഇവിടെ മീറ്റ് ചെയ്തു. ദിസ് ഈസ് പോയിന്റ് ക്യാപിറ്റൽ A'. സിമിലർലി B' നിന്ന് പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു, ഇവിടെ മീറ്റ് ചെയ്തു ക്യാപിറ്റൽ B'. നോക്കിയേ, രണ്ട് പോയിന്റും കിട്ടി. നമുക്ക് എന്ത് വരയ്ക്കാം ഇവിടെ? ക്യാപിറ്റൽ A', B', നമ്മുടെ ട്രൂ ലെങ്ത് ലൈൻ വരയ്ക്കാം. സോ ദിസ് ഈസ് ക്യാപിറ്റൽ A', B', നമ്മുടെ ട്രൂ ലെങ്ത് ലൈൻ വരച്ചു. ക്ലിയർ ആണോ പറഞ്ഞത്? നമുക്കിപ്പോൾ ഇവിടെ രണ്ട് ഡിസ്റ്റൻസുകൾ കിട്ടിയിട്ടുണ്ട്. പക്ഷെ നോക്കണം, ഇത് രണ്ടും എങ്ങനെയാണ്? ഇത് അങ്ങോട്ടുമാണ്, ഇത് ഇങ്ങോട്ടുമാണ്. ഓക്കെ, സോ ലിസൺ,
ഇവിടെ എ ഡാഷിൽ നിന്ന് പെർപെൻഡിക്കുലർ ഈ ഡയറക്ഷനിലും ബി ഡാഷിൽ നിന്ന് താഴോട്ടും വരച്ചപ്പോഴാണ് നമുക്ക് ക്യാപിറ്റൽ എ ബി ലൈൻ കിട്ടിയത്. കാരണം എന്തുകൊണ്ടാണ്? ഇവിടെ വി ടി വന്നത് വെർട്ടിക്കൽ ട്രേസ് എന്ന് പറയുന്ന വി ടി വന്നത് എ ഡാഷ് ബി ഡാഷ് ലൈനിലായിരുന്നു. സോ ഇവിടെ ആംഗിൾ എടുത്തപ്പോൾ 35 ഡിഗ്രി. ഞാനിങ്ങനെ താഴോട്ട് എടുത്താലും നിങ്ങൾ ഇവിടെ നിന്ന് മേലോട്ട് ഈ ഡയറക്ഷനിൽ എടുത്താലും രണ്ടും ഓപ്പോസിറ്റ്. എ ഡാഷിൽ നിന്ന് ആ കേസിലാണെങ്കിൽ എ ഡാഷിൽ നിന്ന് ഇങ്ങോട്ടും ബി ഡാഷിൽ നിന്ന് ഇങ്ങോട്ടും വരയ്ക്കേണ്ടി വരും. അപ്പോൾ എങ്ങനെ പോയാലും എ ഡാഷ് ബി ഡാഷിൽ നിന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പെർപെൻഡിക്കുലേഴ്സ് വരച്ചെങ്കിലേ ക്യാപിറ്റൽ എ ആൻഡ് ക്യാപിറ്റൽ ബി നമുക്ക് കിട്ടുള്ളൂ. സോ ട്രൂ ലെങ്ത് നമുക്ക് ഇവിടെ നിന്ന് മെഷർ ചെയ്യാൻ പറ്റും. എയും ബിയും കിട്ടി. ഇത് കൂടാതെ നമുക്ക് രണ്ട് ഡിസ്റ്റൻസുകൾ ഇപ്പോൾ കിട്ടി. നമ്മൾ നോക്കി, എ ഡാഷിൽ നിന്ന് ക്യാപിറ്റൽ എ ഡാഷ് വരെയുള്ള ഈ ഡിസ്റ്റൻസും ബി ഡാഷിൽ നിന്ന് ക്യാപിറ്റൽ ബി ഡാഷ് വരെയുള്ള ഈ രണ്ട് ഡിസ്റ്റൻസുകൾ നമുക്ക് ഇവിടുന്ന് കിട്ടി. അതാണ് ഇത് ഒരു ഡിസ്റ്റൻസ്, ഇതാണ് ഒരു ഡിസ്റ്റൻസ്. രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെന്നേ ഉള്ളൂ. നമുക്ക് രണ്ട് ഡിസ്റ്റൻസ് കിട്ടി. സോ ആ ഡിസ്റ്റൻസുകളാണ് എവിടെ വരുന്നത്? എക്സ് വൈ ലൈനിൽ നിന്ന് എയിലോട്ടും എക്സ് വൈ ലൈനിൽ നിന്ന് ബിയിലോട്ടും വരേണ്ട ഡിസ്റ്റൻസ്. സോ നമുക്ക് ആ ഡിസ്റ്റൻസുകൾ യൂസ് ചെയ്യാൻ പറ്റും. നോക്കിയേ, എ ഡാഷിൽ നിന്ന് ക്യാപിറ്റൽ എ ഡാഷ് വരെയുള്ള ഈ ഡിസ്റ്റൻസ്. സോ അത് കോമ്പസൈറ്റ് എടുക്കുക. സോ അത് കോമ്പസൈറ്റ് എടുക്കുന്നു. എ ഡാഷിൽ നിന്ന് ക്യാപിറ്റൽ എ വരെയുള്ള ഡിസ്റ്റൻസ് കോമ്പസൈറ്റ് എടുത്തു. ദെൻ അത് എക്സ് വൈ ലൈനിൽ നിന്ന് താഴോട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് നോക്കി, എക്സ് വൈ ലൈനിൽ നിന്ന് എയിലോട്ടുള്ള ഈ ഡിസ്റ്റൻസ് ആണ് ഇത്. അതുപോലെ ഈ ഡിസ്റ്റൻസ് വരുന്നത് എക്സ് വൈ ലൈനിൽ നിന്ന് ബിയിലോട്ടുള്ളത്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് നമുക്ക് താഴോട്ട് എടുക്കാം. സോ താഴോട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? എ ഡാഷിൻ്റെ ടോപ്പ് വ്യൂ എ, പോയിൻ്റ് എയുടെ ടോപ്പ് വ്യൂ എ കിട്ടും. സിമിലർലി എക്സ് വൈ ലൈനിൽ നിന്ന് ബി വരെയുള്ള ഈ ഡിസ്റ്റൻസ് ക്യാപിറ്റൽ ബി ഡാഷ് ബി ഡാഷിൽ നിന്ന് ക്യാപിറ്റൽ ബി ഡാഷ് വരെയുള്ള ഈ ഡിസ്റ്റൻസ് കോമ്പസൈറ്റ് എടുക്കുന്നു. ഓക്കെ, ഈ ഡിസ്റ്റൻസ് ആണത്. സോ അതാണ് എക്സ് വൈ ലൈനിൽ നിന്ന് ബി വരെയുള്ളത്. സോ ആ ഡിസ്റ്റൻസ് കോമ്പസൈറ്റ് എടുക്കുന്നു, എക്സ് വൈ ലൈനിൽ നിന്ന് മാർക്ക് ചെയ്യുന്നു. സോ എക്സ് വൈ ലൈനിൽ നിന്ന് മാർക്ക് ചെയ്യുന്നു. മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഡിസ്റ്റൻസ് കിട്ടും? നമുക്ക് പോയിന്റ് ബി കിട്ടും. സോ ദിസ് ഈസ് പോയിന്റ് ബി കിട്ടും. സോ നമുക്ക് എന്ത് വരയ്ക്കാം? ടോപ്പ് വ്യൂ എ ബി എന്ന് പറയുന്ന ടോപ്പ് വ്യൂ വരയ്ക്കാൻ പറ്റും. സോ എ ബി എന്ന് പറയുന്ന ടോപ്പ് വ്യൂ വരയ്ക്കുന്നു. ദിസ് ഈസ് ടോപ്പ് വ്യൂ എ ബി. സോ നമുക്ക് ടോപ്പ് വ്യൂ വരച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ ആണേ. നമുക്കതിന് ശേഷമുള്ള ഈ ലൈൻസ് ഇറേസ് ചെയ്ത് കളയുന്നു. ഇനി എന്താണ്? ഇവിടെ പെർപെൻഡിക്കുലർ ലൈൻസ് വരയ്ക്കാൻ പോവാണ്. സോ പെർപെൻഡിക്കുലർ ലൈൻസ് ഞാൻ വരയ്ക്കുന്നു. സോ ഇപ്പോൾ ഈ വരച്ച് ഞാൻ ടോപ്പ് വ്യൂ എ ഡാഷ് ബി എ ബി എന്ന് പറയുന്ന ഈ ലൈൻ, ഇത് ആക്ച്വലി തെറ്റാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ നിങ്ങൾക്ക് അങ്ങ് വരച്ച് കാണിച്ചിട്ട് ഞാൻ ആ മിസ്റ്റേക്ക് എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾക്ക് പലർക്കും ചിലപ്പോൾ പിടി കിട്ടി കാണും എന്താണ് ഇതിനകത്തിൽ വന്ന മിസ്റ്റേക്ക് എന്നുള്ളത്. നോക്കി, ഇപ്പോൾ സപ്പോസ് ഞാൻ ഇങ്ങനെ ഈ ഡിസ്റ്റൻസ് എ ഡാഷിലോട്ടുള്ള ഈ ഡിസ്റ്റൻസ് ഇവിടെ എടുത്തു, എ മാർക്ക് ചെയ്തു. ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് എടുത്തു, എക്സ് വൈ ലൈനിൽ നിന്ന് ബിയിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ്. അത് ഞാൻ ഇവിടെ ഇങ്ങോട്ടെടുത്ത് ബിയും മാർക്ക് ചെയ്താൽ നമുക്ക് എ ബി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ക്രോസ് ചെയ്ത് നോക്കി. എക്സ് വൈ ലൈനിൽ നിന്ന് എയിലോട്ടുള്ള ഡിസ്റ്റൻസ് ഇതാണ് എ ഡാഷിൽ മാർക്ക് ചെയ്യേണ്ടത്. എക്സ് വൈ ലൈനിൽ നിന്ന് ബിയിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് ബി ഡാഷിൽ മാർക്ക് ചെയ്യേണ്ടത്. പക്ഷേ നോക്കി, ഈ രണ്ട് ഡിസ്റ്റൻസും നോക്കി എക്സ് വൈ ലൈനിൽ നിന്ന് താഴോട്ടല്ലേ? ഈ രണ്ട് ഡിസ്റ്റൻസും എക്സ് വൈ ലൈനിൽ നിന്ന് താഴോട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഇത് കൊണ്ടുപോയി പ്ലോട്ട് ചെയ്യേണ്ട എ ഡാഷിലും ബി ഡാഷിലും ഒരേ ഡയറക്ഷനിൽ പ്ലോട്ട് ചെയ്യേണ്ടത്. പക്ഷേ നമുക്കിവിടെ ഒരേ ഡയറക്ഷനിലാണോ കിട്ടിയത്? ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. സോ ഇവിടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വന്നേക്കുന്നതെങ്കിൽ തിരിച്ച് നമ്മളിവിടെ പ്ലോട്ട് ചെയ്യുമ്പോൾ എന്ത് വേണം? ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പ്ലോട്ട് ചെയ്യണം. അപ്പോൾ എക്സ് വൈ ലൈനിൽ നിന്ന് എയിലോട്ട് ഞാൻ ഈ ഡയറക്ഷനിൽ മാർക്ക് ചെയ്താൽ ബി എനിക്ക് ഒരിക്കലും ഇങ്ങോട്ട് മാർക്ക് ചെയ്യാൻ പറ്റില്ല. എവിടുന്ന് മാർക്ക് ചെയ്യണം? മേളിലോട്ട് വേണം മാർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതെന്താണ്? ഇത് തെറ്റാണ്. ബി എന്ന് പറയുന്നത് നമുക്ക് മേളിലോട്ട് മാർക്ക് ചെയ്യണം. അതല്ലെങ്കിൽ ഈ എ എന്തിനാണ് മേളിലോട്ട് മാർക്ക് ചെയ്യണം? സോ ഇവിടെ ഓപ്പോസിറ്റ് വേണം പ്ലോട്ട് ചെയ്യാൻ. കാരണം പിടികിട്ടിയോ? എക്സ് വൈ ലൈനിൽ നിന്ന് ക്യാപിറ്റൽ എ ഡാഷിലോട്ടുള്ള എ ഡാഷിൽ നിന്ന് ക്യാപിറ്റൽ എ ഡാഷിലോട്ട് ഡയറക്ഷൻ ഇതാണ്. ബിയിൽ നിന്ന് ബി ഡാഷിൽ നിന്ന് ക്യാപിറ്റൽ ബി ഡാഷിലോട്ട് ഡയറക്ഷൻ ഇതാണ്. സോ രണ്ട് ഓപ്പോസിറ്റ് ആണ്. വീറ്റ് നടുക്ക് വന്നുകൊണ്ട് ഓപ്പോസിറ്റ് ആണ്. സോ കൊണ്ടുപോയി ഇവിടെ പ്ലോട്ട് ചെയ്യുമ്പോഴും ഓപ്പോസിറ്റ് വേണം പ്ലോട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് വരയ്ക്കാൻ നമുക്ക് പറ്റില്ല എന്നർത്ഥം. ഓക്കെ, ഞാനത് ചേഞ്ച് ചെയ്യാൻ പോവാണ്. സോ അത് ചേഞ്ച് ചെയ്യാൻ വേണ്ടി വീണ്ടും ഒന്നുകൂടെ വരച്ചു. എ ഡാഷിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ബി ഡാഷിൽ നിന്ന് ഞാൻ ഒന്ന് കവർ ചെയ്ത് വേറെ ഷീറ്റ് വെച്ച് ഞാൻ കവർ ചെയ്തേക്കാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ വരയ്ക്കാൻ പറ്റില്ല. നോക്കി, എ ഡാഷിൽ നിന്ന് ക്യാപിറ്റൽ എ ഡാഷിലുള്ള ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് ഞാൻ കോമ്പസ് എടുക്കുന്നു. അത് ഞാൻ എളുപ്പ വഴിക്ക് നമ്മുടെ ഈ ഡിസ്റ്റൻസ് ആണത് അല്ലേ? സോ ഈ ഡിസ്റ്റൻസ് ഞാൻ കോമ്പസിൽ എടുത്തു. സോ അത് എളുപ്പ വഴിക്ക് ഞാൻ അതെന്ത് ചെയ്യുന്നു? ഇവിടെ നേരെ താഴോട്ട് മാർക്ക് ചെയ്ത് പ്രശ്നമൊന്നുമില്ല. ദെൻ എക്സ് വൈ ലൈനിൽ നിന്ന്
ബി ഡാഷിൽ നിന്ന് ക്യാപിറ്റൽ ബിയിലുള്ള ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് പക്ഷേ ഞാൻ എടുക്കുമ്പോൾ ഇവിടെ താഴോട്ടെടുത്താൽ രണ്ട് ഒരേ ഡയറക്ഷനിലായി പോകും. സോ ഇവിടെ നിന്ന് ഞാനത് എടുക്കുന്നത് മേളിലോട്ട് മാർക്ക് ചെയ്യുന്നു. സോ എനിക്ക് ഇവിടെ കിട്ടും. ക്ലിയർ ആണോ? അപ്പോൾ ഇതാണ് നമ്മുടെ പോയിൻ്റ് എ എന്ന് പറയുന്ന പോയിൻ്റ്. ഇവിടെയാണ് നമുക്ക് പോയിൻ്റ് ബി കിട്ടിയത്. ക്ലിയർ ആണോ? സോ ഞാൻ എ ബി വരയ്ക്കാൻ പോവാണ്. സോ ദിസ് ഈസ് പോയിൻ്റ് എ ബി. സോ നമ്മുടെ ടോപ്പ് വ്യൂ ഞാൻ വരയ്ക്കുന്നു. അപ്പോൾ ടോപ്പ് വ്യൂ നമുക്ക് ഇങ്ങനെയാണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ടോപ്പ് വ്യൂ കിട്ടേണ്ടത്. സോ ടോപ്പ് വ്യൂ വരച്ചു. ഓക്കെ, ടോപ്പ് വ്യൂ വരച്ചു. ഇനി ഇവിടെ നമുക്ക് പെർപെൻഡിക്കുലർ വരയ്ക്കാം, ഡിസ്റ്റൻസുകൾ എടുക്കാം. നോക്കിയേ, ഫസ്റ്റ് ഡിസ്റ്റൻസ് എയിൽ മാർക്ക് ചെയ്യുന്ന ഡിസ്റ്റൻസ് ഏതായിരുന്നു? നോക്കി, എയിൽ പെർപെൻഡിക്കുലർ വരച്ചാൽ എടുക്കുന്ന ഡിസ്റ്റൻസ് ഏതാണ്? എക്സ് വൈ ലൈനിൽ നിന്ന് എ ഡാഷിലോട്ട് ഡിസ്റ്റൻസാണ്. ഇവിടെ എക്സ് വൈ ലൈനിൽ നിന്ന് എ ഡാഷിലോട്ട് ഡിസ്റ്റൻസ് ഉണ്ടോ? നമ്മുടെ ഇതാണ് എക്സ് വൈ ലൈൻ. എക്സ് വൈ ലൈനിൽ നിന്ന് എ ഡാഷിലോട്ട് ഡിസ്റ്റൻസ് ഉണ്ടോ? ഇല്ല. കാരണം എന്താ? എ ഈസ് ഇൻ എച്ച് പി എന്നാണ്. അപ്പോൾ എ ഡാഷ് എന്ന് പറയുന്നത് നമ്മുടെ എക്സ് വൈ ലൈനിൽ തന്നെ. അപ്പോൾ ഈ ഡിസ്റ്റൻസ് ആക്ച്വലി ഇല്ല, കാരണം എ ഡാഷ് എക്സ് വൈ ലൈനിൽ തന്നെ. അപ്പോൾ ഈ ഡിസ്റ്റൻസ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഇവിടുന്ന് പെർപെൻഡിക്കുലർ ലൈൻസ് വരയ്ക്കേണ്ട ആവശ്യമില്ല. പോയിന്റ് എ തന്നെ ആയിരിക്കും എന്ത് തന്നെ? ക്യാപിറ്റൽ എ. സോ ഇവിടെ ഡിസ്റ്റൻസ് ഇല്ല, എക്സ് വൈ ലൈനിൽ നിന്ന് എ ഡാഷിലോട്ട് ഡിസ്റ്റൻസ് ഇല്ല. സോ ആ ഡിസ്റ്റൻസ് തന്നെ ആയിരിക്കും ക്യാപിറ്റൽ എ. സോ നമുക്ക് ക്യാപിറ്റൽ എ കിട്ടും. ഇനി അടുത്ത എന്താണ്? ബിയിൽ പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുക. സോ ബിയിൽ പെർപെൻഡിക്കുലർ ലൈൻ വരച്ച് കഴിഞ്ഞാൽ എടുക്കേണ്ട ഡിസ്റ്റൻസ് ഏതാണ്? ഈ ഗ്രീൻ ഡിസ്റ്റൻസ് ഏതാ? എക്സ് വൈ ലൈനിൽ നിന്ന് ബി ഡാഷിലോട്ട്. അത് നമുക്കിവിടെ ഉണ്ട്, ഇത്രയും വലിയ ഡിസ്റ്റൻസ് ആണ് എക്സ് വൈ ലൈനിൽ നിന്ന് ബി ഡാഷിലോട്ടുള്ള നമ്മുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് വേണം ബിയിലെ പെർപെൻഡിക്കുലർ ലൈനിൽ വരയ്ക്കാൻ. സോ ബിയിൽ ഞാൻ പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. സോ ബിയിൽ ഞാൻ പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുന്നു. അപ്പോൾ ഇവിടെ ഡയറക്ഷൻ നോക്കേണ്ട ആവശ്യമുണ്ടോ? കാരണം എന്താ? എക്സ് വൈ ലൈനിൽ നിന്ന് എ ഡാഷിലോട്ട് ഡിസ്റ്റൻസ് ഇല്ല, ആകെ ഉള്ളത് എക്സ് വൈ ലൈനിൽ നിന്ന് ബി ഡാഷിലോട്ടേ ഉള്ളൂ. അപ്പോൾ ഒരു ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും വരയ്ക്കാം. അപ്പോൾ ഇവിടെ എയിൽ നിന്നും പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുന്നില്ല, കാരണം എന്തുകൊണ്ടാണ്? എക്സ് വൈ ലൈനിൽ നിന്ന് എ ഡാഷിലോട്ട് ഡിസ്റ്റൻസ് ഇല്ല. അപ്പോൾ എയിൽ നിന്നും ഡിസ്റ്റൻസ് എടുക്കേണ്ട. ആ പോയിന്റ് എ തന്നെ നമുക്ക് എന്തായിട്ട് കിട്ടും? ക്യാപിറ്റൽ എ ആയിട്ട് നമുക്ക് കിട്ടും. ഇനി ബിയിൽ നിന്ന് ഞാൻ പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുന്നു. സോ ബിയിൽ നിന്ന് പെർപെൻഡിക്കുലർ ലൈൻ. സോ ബിയിൽ നിന്ന് ഞാൻ പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു. ദെൻ ആ ലൈനിൽ എടുക്കേണ്ട ഡിസ്റ്റൻസ് ഏതാണ്? എക്സ് വൈ ലൈനിൽ നിന്ന് ബി ഡാഷ് വരെയുള്ള ഡിസ്റ്റൻസ്. സോ ഞാൻ എക്സ് വൈ ലൈനിൽ നിന്ന് ബി ഡാഷ് വരെയുള്ള ഡിസ്റ്റൻസ് കോമ്പസ് എടുക്കുകയാണ്. എക്സ് വൈ ലൈനിൽ നിന്ന് ബി ഡാഷ് വരെയുള്ള ഡിസ്റ്റൻസ് കോമ്പസ് എടുത്തു. സോ ഈ ഡിസ്റ്റൻസ് വേണം ബിയിൽ നിന്ന് പ്ലോട്ട് ചെയ്യാനായിട്ട്. ബിയിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ലൈനിൽ വരച്ചു. സോ എനിക്ക് എന്ത് കിട്ടി? ദിസ് ഈസ് ക്യാപിറ്റൽ ബി കിട്ടി. സോ ക്യാപിറ്റൽ എ ആൻഡ് ക്യാപിറ്റൽ ബി കിട്ടി. സോ ക്യാപിറ്റൽ എ ബി ലൈൻ വരയ്ക്കുന്നു, ട്രൂ ലെങ്ത്. നമുക്ക് രണ്ടാമതും ട്രൂ ലെങ്ത് ലൈൻ കിട്ടി, ക്യാപിറ്റൽ എ ബി ലൈൻ. ഇനി ട്രേസ് ഓൾറെഡി നമുക്ക് വി ടി ഉണ്ടായിരുന്നു, നമുക്ക് എച്ച് ടി കിട്ടണം. എച്ച് ടി കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? എ ബി ലൈനും ക്യാപിറ്റൽ എ ബി ലൈനും തമ്മിൽ മീറ്റ് ചെയ്യുന്നത്. സോ ഇതാണ് നമ്മുടെ എ ബി ലൈൻ, ഇതാണ് ക്യാപിറ്റൽ എ ബി ലൈൻ. സോ അത് രണ്ടും മീറ്റ് ചെയ്യുന്ന ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രണ്ടും ഓൾറെഡി മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് ഈ പോയിന്റ്. സോ ഈ പോയിന്റ് ആയിരിക്കും എച്ച് ടി. സോ ഈ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ പോയിന്റ് എയുടെ ടോപ്പ് വ്യൂ ആണ്, ക്യാപിറ്റൽ എ ആണ്, അതുപോലെ തന്നെ എച്ച് ടി ആണ്. 3 പോയിന്റുകളാണ് ഇതിൽ വരുന്നത്. ഇനി ആംഗിളോ, അത് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് ഏത്? ഫൈ എന്ന് പറയുന്ന ആംഗിൾ. ദിസ് ആംഗിൾ ഈസ് ഫൈ ആംഗിൾ തീറ്റ. തീറ്റ എന്ന് പറയുന്ന ആംഗിൾ ഫൈ നമുക്ക് ഗിവൺ ആയിരുന്നു. 35 = 5 എന്ന് നമുക്ക് ഗിവൺ ആയിരുന്നു. അപ്പം നമുക്ക് ആംഗിളുമായി ട്രേസും ആയി. ഇനി ഡേറ്റാസുകൾ എഴുതുക. ഡേറ്റാസുകൾ എഴുതുമ്പോൾ നമുക്ക് ഏതൊക്കെ ഡേറ്റാസ് വേണം? ആൽഫ ഓൾറെഡി ഗിവൺ ആയിരുന്നു 50. സോ ഞാൻ എഴുതുന്നു ട്രൂ ലെങ്ത് വേണം. ഓക്കെ, പിന്നെ വേണ്ടുന്നത് എ ഡാഷ് ബി ഡാഷ് ഫ്രണ്ട് വ്യൂവിൻ്റെ ലെങ്ത്, ദെൻ എ ബി ടോപ്പ് വ്യൂവിൻ്റെ ലെങ്ത്, പിന്നെ വേണ്ടുന്നത് ആൽഫ ഇറ്റ് ഈസ് ഗിവൺ ആണ് =50 എന്ന് പറയുന്ന ആൽഫ നമുക്ക് തന്നിട്ടുണ്ട്. ദെൻ ബീറ്റ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ബീറ്റ എന്ന് പറയുന്നത് എ ബിയുടെ ആംഗിളാണ്. എ ബി ഹൊറിസോണ്ടൽ ലൈനുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ. സോ ഇവിടെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചെങ്കിലേ നമുക്ക് ആ ആംഗിൾ വരയ്ക്കാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഇവിടെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ലൈൻ വരയ്ക്കാം, ആംഗിൾ മെഷർ ചെയ്യാൻ പറ്റും. ക്ലിയർ ആണോ? ഈ ആംഗിളാണ്, ഈ ആംഗിൾ തമ്മിൽ ക്ലിയർ ആയിരിക്കണം, ഫൈയും ബീറ്റയും തമ്മിൽ. എ ബി ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് ബീറ്റ. അപ്പോൾ ഇതാണ് നമ്മുടെ എ ബി ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ബീറ്റ. ഇത് നമ്മുടെ ഇൻറ്റേർണൽ ആംഗിൾ.
തീറ്റയാണ്. സോ ബീറ്റ ദെൻ ഫൈ ദാറ്റ് ഈസ് ഗിവൺ ആയിരുന്നു, ഫൈ നമുക്ക് ഗിവൺ ആയിരുന്നു, ഫൈ ഈക്വൽ ടു 35 ഡിഗ്രി, തീറ്റ കൂടി കണ്ടുപിടിക്കണം. ഇത്രയാണ് നമുക്ക് ഡേറ്റാസ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ദെൻ ഡയമെൻഷൻ ഇവിടെ ചെയ്യുക. സോ വാല്യൂസിൽ കിട്ടി. അതിൽ ട്രൂ ലെങ്ത് എനിക്ക് രണ്ടിടത്തും 90 ആണ് കിട്ടിയത്. ദെൻ എ ഡാഷ് ബി ഡാഷ് ഫ്രണ്ട് വ്യൂവിൻ്റെ വാല്യൂ ഗിവൺ ആയിരുന്നു, ഞാനിവിടെ ഡയമെൻഷൻ ചെയ്തിട്ടുണ്ട് 75 ആയിരുന്നു. സോ 75. ദെൻ ടോപ്പ് വ്യൂ എ ബിയുടെ ലെങ്ത് 70. ദെൻ ആൽഫ ഗിവൺ വാല്യൂ ആണ് 50. ദെൻ ബീറ്റ ഫൈൻഡ് ഔട്ട് ചെയ്തു 46. ഫൈ ഗിവൺ വാല്യൂ ആയിരുന്നു 35. തീറ്റ ഫൈൻഡ് ഔട്ട് ചെയ്തു 40. ഇത്രയാണ്. പിന്നെ നമ്മുടെ ഈ 25 വി ടിയുടെ ലോക്കസ് ലൈൻ, ബാക്കി ഇറേസ് ചെയ്തെങ്കിൽ ലോക്കസ് ലൈൻ ഉണ്ട്, അതുകൂടെ വരച്ച് കാണിക്കുമ്പോൾ നമുക്ക് ഡയമെൻഷൻ കംപ്ലീറ്റ് ആവും. നമ്മുടെ വാല്യൂസ് ഒരു ബോക്സിനകത്ത് മാർക്ക് ചെയ്ത് ഇത്രയാകുമ്പോൾ നമ്മുടെ ഫിഗർ കംപ്ലീറ്റ് ആവും. അപ്പോൾ ഈ ട്രേസസ് ഗിവൺ പ്രോബ്ലത്തിൻ്റെ സ്റ്റെപ്സ് ഞാൻ ഒന്നുകൂടെ പറയാം. അടുത്തൊരു പ്രോബ്ലം കൂടെ കംപ്ലീറ്റ് ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് അതിനകത്തൊരു ക്ലിയർ ആയിട്ടൊരു ഐഡിയ കിട്ടുള്ളൂ. ഇത് ഇച്ചിരി കൺഫ്യൂസിങ് ആയിരുന്നു, കാരണം ഇവിടെ നമ്മുടെ വെർട്ടിക്കൽ ട്രേസ് ഇതിനകത്തിൽ വന്നുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു കൺഫ്യൂസിങ് ആയിട്ട് വരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഗിവൺ ഡേറ്റാസ് എടുത്തെഴുതുക, ഒരു പോയിന്റ് ഫിക്സ് ചെയ്യുക, നമുക്ക് വരയ്ക്കാൻ പറ്റുന്ന മേ ബി ആൽഫയോ ബീറ്റയോ അല്ലെങ്കിൽ ഫ്രണ്ട് വ്യൂവിൻ്റെ ലെങ്ത് ഉണ്ടെങ്കിൽ അത്രയും വരെ വരയ്ക്കുക. അതിനുശേഷം ട്രേസ് ഏതാണോ തന്നേക്കുന്നത് അതിൻ്റെ ലോക്കസ് വരയ്ക്കുക. ലോക്കസ് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ട്രേസ് കറക്റ്റ് എവിടെയാണ് പോയിന്റ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒന്നുകിൽ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരും, അതല്ലെങ്കിൽ ആ മീറ്റ് ചെയ്യുന്ന പോയിന്റ്. ആ ട്രേസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ ലോക്കസ് ലൈനെ ഇറേസ് ചെയ്ത് കളയുക, അതല്ലെങ്കിൽ പിന്നെ അത് കൺഫ്യൂഷൻ ആയിട്ട് വരും, ആ ഒരു ലൈൻ അവിടെ കിടക്കുന്നത്. സോ എൻഡിൽ മാത്രം കാണിക്കുക ഡയമെൻഷൻ ചെയ്യാനായിട്ട്. സോ ട്രേസ് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ വി ടി ആണ് കിട്ടിയെങ്കിൽ അതിനകത്തുള്ള ആംഗിൾ 5 ഗിവൺ ആയിരിക്കും, എസ് ടി ആണെങ്കിൽ തീറ്റ ഗിവൺ ആയിരിക്കും. ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ വി ടി ആണ്, സോ 5 ഗിവൺ ആയിരുന്നു. സോ വി ടിയിൽ നിന്ന് 5 ആംഗിൾ ലൈൻ വരയ്ക്കുന്നത്. പക്ഷേ ഇവിടെ വി ടിയിൽ നിന്ന് ഈ എ ബിക്ക് 5 ആംഗിൾ വരയ്ക്കുമ്പോൾ ഒന്നുകിൽ ഇവിടെ നിന്ന് താഴോട്ടോ അല്ലെങ്കിൽ അങ്ങോട്ടോ എടുക്കാം. ഏത് ഡയറക്ഷനിൽ നിങ്ങൾ വരച്ചാലും അത് രണ്ട് സൈഡിലായിട്ട് പോകും. ഈ എ ഡാഷ് ബി ഡാഷിൻ്റെ രണ്ട് സൈഡിലായിട്ട് പോകും. സോ ആ ലൈൻ വരച്ച് കഴിഞ്ഞാൽ ക്യാപിറ്റൽ എ ഡാഷും ബി ഡാഷും കിട്ടാൻ രണ്ട് പോയിന്റിൽ നിന്ന് എ ഡാഷിൽ നിന്നും ബി ഡാഷിൽ നിന്നും പെർപെൻഡിക്കുലർ ലൈൻസ് വരയ്ക്കും. ഓ എഗെയിൻ പെർപെൻഡിക്കുലർ ലൈൻസും രണ്ട് സൈഡിലോട്ടാണ് പോകുന്നത്, രണ്ട് ഡയറക്ഷനിലാണ്. സോ ഈ രണ്ട് ഡിസ്റ്റൻസുകൾ നമുക്കിപ്പോൾ കിട്ടി. സോ ആ ഡിസ്റ്റൻസുകളാണ് എ ഡാഷിൽ നിന്ന് എയിലോട്ടും ബി ഡാഷിൽ നിന്ന് ബിയിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് എക്സ് വൈ ലൈനിൽ നിന്ന് എയിലോട്ടും ബിയിലോട്ടും ഉള്ളത്. സോ ആ ഡിസ്റ്റൻസുകൾ ഞാൻ എക്സ് വൈ ലൈനിൽ നിന്ന് എയിലോട്ട് എടുത്തു. അപ്പോൾ എടുക്കുമ്പോൾ നോക്കിയേ, ഈ ഡിസ്റ്റൻസ് ഞാൻ ഈ ഡയറക്ഷനിൽ എടുത്തത് കൊണ്ട് ഇതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഈ ഡിസ്റ്റൻസ് കിടക്കുന്നത്. സോ അതുകൊണ്ട് ഇത് താഴോട്ട് എടുത്തപ്പം ഇവിടെ നിന്ന് അടുത്ത ഡിസ്റ്റൻസിന് ഞാൻ എന്ത് ചെയ്തു, ഇവിടെ നിന്ന് മേളിലോട്ടാണ് എടുത്തത്. ബിയിലോട്ടുള്ള ഡിസ്റ്റൻസ് മേളിലോട്ടാണ് എടുത്തത്. സോ നമുക്കങ്ങനെ എ ബി ലൈൻ കിട്ടി, ഓപ്പോസിറ്റ് കിട്ടി. സോ ഇത് രണ്ട് ഓപ്പോസിറ്റ് ആയതുകൊണ്ടാണ് ഇവിടെ ഓപ്പോസിറ്റ് വന്നത്. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ തന്നെ നമുക്ക് എടുക്കാൻ പറ്റി. ഇനി എന്ത് ചെയ്യുക, എ ബി ലൈൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്ന് പെർപെൻഡിക്കുലർ ലൈൻ വരച്ച് ബാക്കി കംപ്ലീറ്റ് ചെയ്യുക. സോ ഇവിടെ നിന്ന് വരയ്ക്കുമ്പോൾ ക്യാപിറ്റൽ എയിലോട്ടുള്ള ഡിസ്റ്റൻസ് നിന്ന് എക്സ് വൈ ലൈൻ എ ഡാഷിലോട്ടുള്ളതാണ്. ഈ ക്വസ്റ്റ്യനിൽ എക്സ് വൈ ലൈൻ എ ഡാഷിലോട്ട് ഡിസ്റ്റൻസ് ഇല്ല, 0 ആണ്. അതുകൊണ്ട് ഈ പോയിന്റ് ക്യാപിറ്റൽ എ തന്നെ വരും. സോ ബിയിൽ നിന്നുണ്ട് എക്സ് വൈ ലൈനിൽ നിന്ന് ബി ഡാഷിലോട്ട് ഈ വലിയ ഡിസ്റ്റൻസ് ഉണ്ട്, അതാണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തേക്കുന്നത്. പെർപെൻഡിക്കുലർ വരച്ച് ക്യാപിറ്റൽ എ ബി വരച്ചു, അത് രണ്ടും മീറ്റ് ചെയ്യുന്നതാണ് എച്ച് ടി. സോ ഈ പോയിന്റ് സ്മോൾ എ ക്യാപിറ്റൽ എ എച്ച് ടി 3 പോയിൻ്റാണിത്. അതിനകത്തുള്ള ആംഗിൾ തീറ്റ ആയിരിക്കും. ദെൻ ഇവിടെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ, ഈ എ ബി ലൈനിന് ഒരു ഇൻക്ലിനേഷൻ ഉണ്ട്. ഹൊറിസോണ്ടൽ ലൈൻ വരച്ചെങ്കിൽ നമുക്ക് ബീറ്റ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. സോ ബീറ്റയും ഫൈൻഡ് ഔട്ട് ചെയ്യുക. അടുത്തൊരു പ്രോബ്ലം കൂടെ ആകുമ്പോഴേ നിങ്ങൾക്ക് ഇതിനകത്തൊരു ക്ലിയർ ഐഡിയ കിട്ടുള്ളൂ. ഈ പ്രോബ്ലം കണ്ട് കൺഫ്യൂഷൻ ആവരുത്. ഇത് വരയ്ക്കുക. അടുത്തൊരു പ്രോബ്ലം കൂടെ വേണമെങ്കിൽ ചെയ്തിട്ട് ഇതിലോട്ട് വന്നാലും കുറച്ചുകൂടെ ക്ലിയർ ആയിരിക്കും. അടുത്ത പ്രോബ്ലം ചെയ്തിട്ട് ഇതിലോട്ട് വന്നാൽ കുറച്ചുകൂടെ ക്ലിയർ ആയിരിക്കും ഇത്, കാരണം ഇത് വി ടി നടുക്ക് വരുന്ന പ്രോബ്ലം ആയതുകൊണ്ട്. ഓക്കെ.